ഗൈസ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നിയാമിസ് ആണ്. സോ നമ്മുടെ എക്കണോമിക്സ് എക്സാമിലേക്ക് ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നാലോ? അതാണ് മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെയും സ്റ്റാറ്റിയിലെയും എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ, അതായത് 17 ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മുടെ ലൈവിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ആൻസർ കാണിക്കും, നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യും. എന്നാലും കുറേയും കൂടെ എക്സ്പ്ലനേഷൻ വേണമല്ലോ, അത് നമുക്ക് ലൈവിലായിരിക്കും കിട്ടുണ്ടാവുക. സോ നോക്കിക്കേ, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത് റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ നിശ്ചലമാവാനുള്ള റീസൺസ്, കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സ്പ്ലോയേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. ജമീന്ദാരി സിസ്റ്റം, അല്ലെ, മഹൽവാരി, റൈറ്റ് വാരി, ഇങ്ങനെ സിസ്റ്റങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആയിട്ട് പോയത്. അതേപോലെ തന്നെ ഫെർട്ടിലൈസറിന്റെ യൂസ് ആവട്ടെ കുറഞ്ഞു, ടെക്നോളജിയുടെ യൂസ് ഉണ്ടോ വളരെ കുറവാണ്. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് 1947 ഇന്ത്യ 2 തരംതിരിച്ച സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഫെർട്ടൈൽ ലാൻഡ് ഒക്കെ പാകിസ്ഥാനിലേക്ക് ആയിപ്പോയി. അത് ഭയങ്കര പ്രശ്നമാണ്, അല്ലെ? സോ ദീസ് ആർ ദ റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് എഴുതി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, ഒക്കുപേഷണൽ സ്ട്രക്ചർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒക്കുപേഷണൽ സ്ട്രക്ചർ ബ്രീഫ്ലി ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. 70 to 75% അഗ്രികൾച്ചർ, അതായത് പ്രൈമറി സെക്ടറിലായിരുന്നു. 10% മാത്രമാണ് മാനുഫാക്ചറിങ് അഥവാ സെക്കൻഡറി സെക്ടറിൽ ഉണ്ടായിരുന്നത്. ഇനി 15 to 20% ആണ് അവിടെ ഉണ്ടായിരുന്നത് സർവീസ് സെക്ടറിൽ ഉണ്ടായിരുന്നത്, അത് ടെർഷ്യറി സെക്ടർ ഉണ്ടായത്. ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990 ആണ്, അല്ലെ? രണ്ടാമത്തെ ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഒന്നുകൂടെ പറഞ്ഞത്. സോ 1950 to 1990 ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. വലിയ ചാപ്റ്റർ ഒക്കെ തന്നെ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഗോൾസ് ഓഫ് 5-year പ്ലാൻ. എന്താണ് 5-year പ്ലാൻ പഠിക്കാനുള്ള ഗോൾ എന്ന് പറയുന്നത്? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിന് ഒട്ടാകെയുള്ള ഒരു വളർച്ച എന്ത് ചെയ്യുക? നല്ലോണം വളർത്തുക, അല്ലെ? ഒരുപാട് GDP കൂട്ടുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കൂട്ടുക, സർവീസും ഗുഡ്സും, അങ്ങനെ ഒരുപാട് എന്ത് കൊണ്ടുവരിക? ഡെവലപ്മെന്റ് കൊണ്ടുവരാന്നാണ് ഗ്രോത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന, മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്ക്, അല്ലെ? പണ്ടൊക്കെ ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സിനെയും കാസ്റ്റിനെയും ഒക്കെ ഭയങ്കര ഉപദ്രവിച്ചിരുന്നു, അല്ലെ? അതൊക്കെ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് പഠിക്കാൻ വിടൂലായിരുന്നു. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് മോഡേണൈസേഷൻ വരുമ്പോഴത്തേക്കും പുതിയ ചിന്താഗതികളാണ് മോഡേണൈസേഷൻ കൊണ്ടുവരുന്നത്, അല്ലെ? മൂന്നാമതായിട്ട് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ സ്വയം പര്യാപ്തമാണ്. ഇന്ത്യക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, അതാണ് സെൽഫ് റിലയൻസ്. ഇനി എന്താണ് നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഗ്രീൻ റെവല്യൂഷനെ പറ്റി ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാൻ, നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ നമുക്കറിയാം, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫാമേഴ്സിന് ക്രെഡിറ്റ്, വായ്പാ സംവിധാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്. ഇനി ഗ്രീൻ റെവല്യൂഷന്റെ മെറിറ്റ്സ് കൂടെ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അഗ്രികൾച്ചറിൽ 5-year പ്ലാൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് നല്ലതാണോ മോശമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പൊ ലാൻഡ് റിഫോംസിൽ ലാൻഡ് സീലിംഗ് വന്നു, അതിന്റെ ഇമ്പാക്ട് എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ വന്നു, അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് എഴുതണം, നെഗറ്റീവ് ഇമ്പാക്ട് എഴുതണം. അപ്പൊ ലാൻഡ് റിഫോംസിന്റെ എഴുതണം, ഗ്രീൻ റെവല്യൂഷന്റെ എഴുതണം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, LPG എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. LPG നമുക്കറിയാം ന്യൂ എക്കണോമിക് പോളിസിയുടെ 8 മാർക്കിന് ചോദ്യമാണ്. ഒപ്പം തന്നെ ലിബറലൈസേഷനെ പറ്റി 5 മാർക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നത്? 1991 ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച് നോട്ട് എഴുതുക. ഒന്നാമതായിട്ട് ലിബറലൈസേഷൻ ആണ്. അപ്പൊ എന്താണ് ലിബറലൈസേഷൻ മക്കളെ നോക്കിക്കേ. ലിബറലൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പോളിസി ആയിരുന്നു. ആ ലിബറലൈസേഷനകത്തുള്ള 5 പോയിന്റ് മക്കൾ ഓർത്ത് വെച്ചേക്കണത്. ഈ 5 പോയിന്റ് ആണ്. ലിബറലൈസേഷനെ പറ്റി മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 പോയിന്റിന്റെയും എന്ത് എഴുതുക? ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എഴുതുക. രണ്ടാമതായിട്ട് പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് പ്രൈവറ്റൈസേഷൻ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്ലോബലൈസേഷൻ. ആ ഗ്ലോബലൈസേഷൻ എഴുതുമ്പോൾ മക്കൾ എന്ത് എഴുതണം? ഔട്ട് സോഴ്സിങ്ങിനെ പറ്റിയും
അല്ലെ, സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ്, അതിനെ പറ്റിയും ഒരു 2-3 വാക്കുകൾ എഴുതി വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നോക്കിക്കേ, ഈ എക്കണോമിക് പോളിസികൾ അത് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചാപ്റ്ററിലും കൊണ്ടുവന്ന പോളിസികൾ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്. നമ്മൾ 1915-1990 എന്ന ചാപ്റ്ററിൽ നോക്കിയില്ലേ, ഗ്രീൻ റവല്യൂഷൻ, ലാൻഡ് റിഫോംസ് ഒക്കെ എങ്ങനെയാ അഗ്രികൾച്ചർ സെക്ടറിനെ ഇമ്പാക്ട് ചെയ്തെന്ന്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെയും ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും എങ്ങനെയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ത് ചെയ്തത്, അഫക്ട് ചെയ്തത്. നല്ല രീതിയിലല്ല അഗ്രികൾച്ചറിനെ അഫക്ട് ചെയ്തത്. അത് കൃത്യമായിട്ട് എഴുതി വെക്കണം, അത് നമുക്ക് മനസ്സിലാവണം. ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറച്ച് നല്ലതൊക്കെ തന്നെ ആയിട്ടാണ് എന്ത് ചെയ്തത്, അഫക്ട് ചെയ്തത്. എന്നാലും വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത ചാപ്റ്റർ പോവർട്ടി ആണ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കോസസ് ഓഫ് പോവർട്ടി എന്തൊക്കെയാണ്. ലോ ഇൻകം, ഇൻകത്തിന്റെ കുറവ്, ലാക്ക് ഓഫ് അസറ്റ്സ്, തൊഴിലില്ലായ്മ, ഇൻഇക്വാലിറ്റീസ്, ഇതൊക്കെയാണ് പോവർട്ടി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, 3 ഡയമെൻഷണൽ അപ്രോച്ചും പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു 3 മാർക്കിനോ 4 മാർക്കിനോ 5 മാർക്കിനോ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം പ്രീവിയസ് ഇയർലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. അപ്പൊ നമുക്ക് എന്തെഴുതണം, അപ്രോച്ചസ്. എന്തൊക്കെ അപ്രോച്ചസ് ആണ്? ഗ്രോത്ത് ഓറിയന്റഡ് എഴുതണം, എംപ്ലോയ്മെന്റ് എഴുതണം, പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് എഴുതണം. സോ ഓരോന്നിന്റെയും ഡെഫിനിഷൻ വൈസ് എഴുതുക. എന്നിട്ട് അതിനകത്തുള്ള പോളിസീസ്, സെൽഫ് എംപ്ലോയ്മെന്റിന്റെ അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയുടെ, അവസാനം സോഷ്യൽ സെക്യൂരിറ്റിയുടെ എല്ലാ പ്രോഗ്രാംസിന്റെ പേര് എഴുതി വെച്ചാൽ മതി. അതിന് ഇലാബറേഷൻ വേണ്ട. അതും കൂടി ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്കിന് ചോദ്യം 12-13 മാർക്കിലേക്ക് നീണ്ടുപോകും. ഒരുപാട് എഴുതാൻ നിൽക്കുന്ന സമയമില്ലാത്ത സമയത്ത്. അടുത്ത ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗും അതിന്റെ മെഷേഴ്സുമാണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് ചോദ്യം. എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്? ആദ്യമേ എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് എഴുതി വെക്കുക. എന്താണ്? അസംബ്ലി ചെയ്യുന്നത്, സ്റ്റോറേജ് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, ഗ്രേഡ് ചെയ്യുന്നത്, ഇങ്ങനെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന പ്രോസസ്സിനെ അഥവാ പ്രക്രിയനെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നല്ലതാക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. അത് കഴിഞ്ഞ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അഥവാ ഇൻഫ്രാസ്ട്രക്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് 3ാമത്തെ പോയിന്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നല്ല റോഡ് വേണം, നല്ല റെയിൽവേ വേണം. അതോടൊപ്പം തന്നെ ഒരു സഹകരണ മാർക്കറ്റിംഗ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോഓപ്പറേഷൻ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫാമേഴ്സിന് അധികം പ്രശ്നമില്ലാത്ത തരത്തിലൊരു മാർക്കറ്റിംഗ്, അതാണ് എന്തെന്ന് പറയുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന്റെ മെഷേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആണ് എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ചെറിയ ചാപ്റ്റർ ആണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ ചോദിക്കും. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് എന്താണ്, അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്സും കൂടെ മക്കളൊന്ന് ഓർത്തു വെച്ചേക്കണം. എന്തൊക്കെയാണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്, അല്ലെ, സുസ്ഥിര വികസനം. എൻവയോൺമെന്റിനെ പറ്റി സംസാരിക്കുന്ന തന്നെ ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിങ്ങൾ ക്യോട്ടോയും മോൺട്രിയൽ പ്രോട്ടോകോളിന്റെയും വർഷവും സ്ഥലവും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പാസ് എന്ന കോഡ് ഓർത്ത് വെക്കുക. പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ്, അസിമുലേറ്റ് വേസ്റ്റ്, സസ്റ്റെയിൻസ് ലൈഫ്, സപ്ലൈ റിസോഴ്സസ്. അതിനുശേഷം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? മേജർ സ്ട്രാറ്റജീസ്. 8 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തൊക്കെ എഴുതാം ഇവിടെ? നോക്കിക്കേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് എഴുതാം. നമ്മളിപ്പം ഉള്ള ജനറേഷന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു ജനറേഷൻ കൂടെ വരുന്നുണ്ട്, അവർക്കൂടെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കരുതി വെക്കണം. ഓവർ യൂസ് ചെയ്യരുത് റിസോഴ്സിനെ എന്നുള്ളതാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ സ്ട്രാറ്റജീസ് എഴുതുക. എന്താ? യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, അതോടൊപ്പം തന്നെ CNG ഇൻ അർബൻ ഏരിയാസ്, LPG അഥവാ ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, മിനി ഹൈഡല്, വലിയ വലിയ ഡാം വേണ്ട, ചെറിയ ചെറിയ ഡാം മതി, അല്ലെ, മിനി ഡാംസ് മതി. ഇനി വിൻഡും സോളാർ എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ അറിയാവുന്ന പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പച്ചമരുന്ന്, ട്രഡീഷണൽ നോളജും പ്രാക്ടീസ് നമ്മൾ കൈവിടരുത്. ഓർഗാനിക് ഫാമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അത് റൂറൽ ഡെവലപ്മെന്റ് സംസാരിക്കുന്നുണ്ട്, എൻവയോൺമെന്റ് ചാപ്റ്ററിലും സംസാരിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ്. വലിയ ചാപ്റ്റർ ആണ്. കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്, അല്ലെ. ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ചൈനയുടെയും ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയുടെ സിമിലാരിറ്റീസ്. ഇവർ 3 പേരും എന്ത് ചെയ്തിട്ടുണ്ട്? സെയിം ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് 5 ഇയർ പ്ലാന്, രണ്ടാമതായിട്ട് എക്കണോമിക് റിഫോംസ്, മൂന്നാമതായിട്ട് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതിൽ നമ്മൾ ചൈനയ്ക്ക് എന്ത് പഠിക്കുന്നുണ്ട്? കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, പ്ലോററ്റേറിയൻ റെവല്യൂഷൻ, അല്ലെ, അതോടൊപ്പം തന്നെ കമ്മ്യൂൺ സിസ്റ്റം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കണേ. അതായത് ഇതിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. കാരണം എളുപ്പമാണ്, ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പാഠങ്ങളാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അല്ലെ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കാതെ പോവരുത്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലംസ്. പുതിയ എക്കണോമിക് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഫ്യൂച്ചർ പ്ലാൻസ്, എക്കണോമിയിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം, ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മറന്നുപോലെ. അടുത്ത ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ചോദ്യാവലി, അതായത് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട പോയിന്റ്സ്, അതായത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ. ആ ക്വാളിറ്റീസ് ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് വലുതാവാൻ വേണ്ടി പാടില്ല, സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആണ്. എന്തൊക്കെയാണ്? പേഴ്സണൽ ഇന്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനർ, ടെലിഫോണിക് ഇന്റർവ്യൂ. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ചാപ്റ്ററിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഇവിടെ കണ്ടോ, 30 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്, ടാലി മാർക്ക്, ഫ്രീക്വൻസി. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ആണ്. വളരെ എളുപ്പം. ഇതിലും എളുപ്പം ചാപ്റ്റർ കാണാനില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പൈ ചാർട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രോബ്ലംസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ. പൈ ചാർട്ട് എന്താ? പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഇനി സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3.6 ചെയ്താൽ മതി. എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക. പ്രൊട്രാക്ടർ കൊണ്ടുപോകാൻ മറക്കല്ലേ. പ്രൊട്രാക്ടർ, സ്കെയില്, പെൻസില്, ഇറേസർ, കട്ടർ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാൽക്കുലേറ്ററും കൂടെ എടുത്ത് വെക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഈ പ്രൊട്രാക്ടർ മച്ചാനെ കൊണ്ടുപോയില്ലെങ്കിൽ പൈ ചാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കോമ്പസ് കൊണ്ടുപോവാ. അടുത്തിരിക്കുന്ന കുട്ടിയുടെ വളയൊന്നും ചോദിക്കരുത്. അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് വേറെ പ്രശ്നമായിട്ട് മാറും. എക്സാമുകളിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനേക്ക് നിൽക്കരുത്. സ്വന്തമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ കൊണ്ടുപോവാട്ടോ. അടുത്തത് എന്താണ്? ഒജീവ് വരയ്ക്കാൻ. ആർക്കും ഒജീവ് വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. നോക്കിക്കേ, മോർ ദാനും ലെസ് ദാനും ഒജീവ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രണ്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വരയ്ക്കാം, അല്ലെ. നോക്കിക്കേ, 5 എത്രയാണ്? 4 ആണ്. 5 4 എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും താഴെയാണ്. 10 എത്രയാണ് മക്കളെ? 10 ആണ്. 10 എത്രയാണ്? 10 ആണ്. 20 എത്രയാണ്? 20 ആണ്. സോറി, 15 ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? 15 എഴുതാം. യെസ്, 15, 20, 25, 30, 35, 40. 15 എത്രയാണ്? 20 ആണ്. 15 20 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരും. 20 എത്രയാണ്? 30. 20 30 ആണ്. കൊള്ളാലോ, കറക്റ്റ് പൊസിഷനിലാണ് പോകുന്നത്. 25 55 ആണ്. 55 എന്ന് പറയുമ്പോൾ 60ന്റെയും 55ന്റെയും നടുക്ക് അത് ഇവിടെ വരും. 30 77, 35 97. 35 77, 30 77, 35 95. 40 എത്രയാണ്? 100. 40 100 ആണ്. സോ ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും മുകളിലേക്ക് ഉയരുന്ന ഇങ്ങനത്തെ ഒരു കർവായിട്ട് ലെസ് ദാൻ ഒജീവ് കിട്ടും. കത്തിയോ? ഇനി മോർ ദാൻ ഒജീവ് എങ്ങനെയാണ്? 0ല് 100. 0 എന്ന് പറയുമ്പോഴത്തേക്കും വൈല് തന്നെ അല്ലേ. അപ്പൊ ഇവിടെയാണ് 100 വരിക. 5ല് 96, 10ല് 90, 10ല് 90, 15ല് 80, 15ല് 80, 20 എത്രയാണ്? 70, 20ല് 70 താഴേക്ക് വന്നു. 25ല് 45, സോറി ട്ടോ. 30ൽ എത്രയാണ്? 23 ആണ്. 30 സോറി 40ൽ ഇവിടെ അല്ലേ, 45 ഇവിടെ അല്ലേടാ. യെസ്, 20ൽ 25 അല്ലേ, 45 ഇവിടെ. 30ൽ 23, 35ല് 5, 35ല് 5 താഴെ വരും. സോ യെസ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 40ലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനായിട്ട് വരും. എങ്ങനെയാ ലെസ് ദാനും മോർ ദാനും കൺസ്ട്രക്ട് ചെയ്യുന്നത്? ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എല്ലാ അപ്പർ ലിമിറ്റ്സും. ലെസ് ദാൻ എന്ന് കേൾക്കുമ്പോൾ അപ്പർ, ലെസ് ദാൻ അപ്പർ. ലെസ് ദാനിൽ എന്താണ്? എല്ലാ അപ്പർ ലിമിറ്റ്സും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ത് ചെയ്യുക? ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതുക. അത് കഴിഞ്ഞ് 4 6 കൂട്ടുക, 6 10 കൂട്ടുക, അങ്ങനെ കൂട്ടി പോവാ, ആഡ് ചെയ്ത് പോവാ. മോർ ദാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, എല്ലാ ലോവർ ലിമിറ്റും. ടോട്ടൽ എടുക്കുക,
ടോട്ടൽ ആദ്യം എഴുതുക, അതിൽ നിന്നും ഓരോ നമ്പർ 4, 6 അങ്ങനെ കുറച്ച് പോവാ, ലാസ്റ്റ് 5 കിട്ടും. ഇവിടെയും 5 ആയിരിക്കണം, ഇവിടെയും 5 ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ജി വരച്ചു കഴിഞ്ഞാൽ മീഡിയൻ കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇവർ തമ്മിൽ കൂട്ടുപിടുന്ന പോയിന്റ് താഴോട്ട് വരച്ചാൽ എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. ഇങ്ങനെ വരച്ചു വെച്ചാൽ മാത്രം മതി, മീഡിയൻ എഴുതി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. അടുത്ത ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മക്കളെ 8 മാർക്കിന്റെ ചോദ്യം മുളഞ്ഞിരിക്കുന്ന ചാപ്റ്റർ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 8 മാർക്ക്. ഇപ്പൊ തിയറി ആണെങ്കിൽ നമ്മൾ ഒരുപാട് എഴുതണ്ടേ, ഇതാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് 8 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ ഡേറ്റ് തന്നിട്ടുണ്ട്, നമുക്കറിയാം മീന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് എം ബൈ എൻ. നോക്കിക്കേ, എഫ് എം എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിന്റ് ആണ്. എമ്മിന് എന്ത് ചെയ്യുക? എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതിന്റെ ടോട്ടൽ എടുക്കുക. എൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിന്റെ ടോട്ടലാണ്, എഫിന്റെ ടോട്ടലാണ്, ഡിവൈഡ് ചെയ്യുക, മീൻ കിട്ടി. ഇനി മീഡിയൻ എന്ന് പറഞ്ഞ് നോക്കിക്കേ, n/2 ഐറ്റം കണ്ടുപിടിക്കണം. എൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതിന്റെ ടോട്ടലാണ്, എഫിന്റെ ടോട്ടലാണ് അല്ലെ, സോറി, അതെ, എഫിന്റെ ടോട്ടലാണ്. എഫിന്റെ ടോട്ടൽ 95/2 എന്ന് പറയുമ്പോൾ 47.5 ടേം എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ. അതെവിടെയാ കോർപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മള് 50-നകത്തല്ലേ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ്, മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാ? നമ്മുടെ ഇക്വേഷൻ ആയിട്ടുള്ള L + n/2 - CF ഡിവൈഡ് ബൈ F × H ചെയ്യാം. L എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്, ലോവർ ക്ലാസ്. L 30 എഴുതിയേ. n/2 എത്ര കിട്ടി നമുക്ക്? 47.5. അത് അതേപോലെ മിസ് എഴുതിയിട്ടുണ്ട്. ഇനി CF എന്ന് പറയുന്നത് ഇതിന് നേരെയുള്ള CF-ന് മുന്നത്തെ CF 38. മുന്നത്തെ CF ആണ്, മറന്നു പോരുന്നത്, 38 ആണ്. ഡിവൈഡ് ബൈ F എത്രയാണ്? 12 ആണ്, എഴുതി വെച്ചു. ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല് 10. അത് ചെയ്യുമ്പോൾ നമുക്ക് 37.92 കിട്ടും മീഡിയൻ. ഇനി മോഡ് അതിനേക്കാളും സിമ്പിൾ ആണ്. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ L + D1 ഡിവൈഡ് ബൈ D1 + D2 × H. L എന്ന് പറയുന്നത് നമ്മളെ ലോവർ ക്ലാസ് ആണ്. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയ ഫ്രീക്വൻസി കണ്ടോ, അതെടുക്കുക. അതാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിന്റെ ലോവർ ക്ലാസ് ആണ് 40. 8 എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതും തമ്മിലെ ഡിഫറൻസ് ആണ്. 20-ൽ നിന്നും 12 മൈനസ് ചെയ്താൽ 20-ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 8 അല്ലേ? ആണ്. അത് കഴിഞ്ഞിട്ട് D2 എന്ന് പറയുന്നത് ഇതും തമ്മിലെ ഡിഫറൻസ് ആണ്. അപ്പൊ D1 എന്ന് പറയുന്നത് ഇതും, D2 എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പം 8ഉം 5ഉം കിട്ടും. H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 46.15 എന്ന് കിട്ടും നമുക്ക് എന്ത്? മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ ആണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ അല്ലെ. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇഷ്യൂസ്, ഇത്ര ഇഷ്യൂസ് ആണ്. പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ്, കറണ്ട് പീരീഡ്, സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോയത് കേട്ടോ. ഇനി ഇവിടെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 × 100. അതായത് P1ന്റെ ടോട്ടല് P0യുടെ ടോട്ടല് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ചാപ്റ്റർ കോറിലേഷൻ ആണ്. ഇവിടെ കാൾ പിയേഴ്സന്റെ കോറിലേഷൻ ആണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താണ് കാൾ പിയേഴ്സന്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നോക്കിക്കേ, ഇതാണ് n സിഗ്മ xy മൈനസ് സിഗ്മ x ന്റെ സിഗ്മ y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ x സ്ക്വയർ മൈനസ് സിഗ്മ x ദി ഹോൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ദി ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. എക്സും വൈയും വേണം, അതിന്റെ ടോട്ടൽ വേണം. എസ് സ്ക്വയർ വേണം, അതിന്റെ ടോട്ടൽ വേണം. വൈ സ്ക്വയർ വേണം, അതിന്റെ ടോട്ടൽ വേണം. എക്സിന്റെയും വൈന്റെയും ടോട്ടൽ വേണം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതിന്റെ ആൻസർ 1 ആണെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആണ്. 1നോട് അടുത്ത നമ്പർ, പോസിറ്റീവ് 1നോട് അടുത്ത നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് 1നോട് അടുത്ത നമ്പർ ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനും ആണ്. ഓക്കെ, അടുത്തത് ഇതേക്ക് നോക്കിക്കേ. ഇവിടെ കോറിലേഷന്റെ വേറൊരു തരത്തിലുള്ള കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ. ഇത് സത്യം പറഞ്ഞാൽ സിമ്പിൾ ആണ്. 2 റാങ്ക് തരും. നമ്മുടെ ഇക്വേഷൻ ഇതാണ് 1 - 6 സിഗ്മ d² ഡിവൈഡ് ബൈ n³ - n. ഡി വേണം. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. 2 - 1 2. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. മൈനസ് വന്നാലും ഒന്നും കുഴപ്പമില്ല, കാരണം അത് മൈനസിനെ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. 1 - 2 എത്രയാണ്? -1. 3 - 4 -1. ഇവിടെ 1 വരും അല്ലെ. ഇവിടെ ആൻസർ ഉണ്ടോ നമുക്ക്? നോക്കിക്കേ, 1 -1 -1. ഈ -1 ഒക്കെ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും എന്തായിക്കോളും? 1 ആയിക്കോളും. 1 2 3 4 കിട്ടും. അപ്പൊ d² എത്രയാണ്? സിഗ്മ d² 4 ആണ്. ഇനി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. n എന്താണ്? നമ്പർ 1 2 3 4 5 6 6 ആണ്. 6 ആണ് n എന്ന് പറഞ്ഞത്. n ന്റെ ക്യൂബ് മൈനസ് n. n എത്രയാണ്? 6. എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് n? ഇവിടെ n എന്താണ്? നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. എത്ര ഐറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 6 ആണ് ഇവിടെ n.
ഓക്കെ, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെഷേഴ്സിൽ ഇത് വേറെയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോരുത്. ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്കാറ്റർ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ. ഇതെന്ത് ഡയഗ്രാം ആണ്? ഇത് പോസിറ്റീവ് ആണ് അല്ലെ? ഇതെന്താണ്? നെഗറ്റീവ് ആണ്. ഇതോ നോ കോറിലേഷൻ. ഇതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. കാരണം വര മുകളിലോട്ടാണ്. കോറിലേഷന്റെ വേരിയബിൾസ് ഒക്കെ എവിടെയാണ്? ഓൺ ദി ലൈൻസിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് കോറിലേഷൻ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? താഴോട്ടുള്ള ലൈനാണ്. ആ ലൈനില് ഓൺ ദി ലൈന് പെർഫെക്റ്റ് ആണെങ്കിൽ ലൈനിൽ ഉള്ളിൽ തന്നെ എന്ത് വരും? വേരിയബിൾസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചെതറിയായിരിക്കും കിടക്കുക. പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക്. നോ കോറിലേഷൻ ആണെങ്കിൽ എവിടെയെങ്കിലും കുറെ കുത്തിട്ട് കൊടുക്കുക. സിമ്പിൾ. അടുത്തത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇവിടെ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്. പ്രൊജക്ട് ഉണ്ടാക്കുവാനുള്ള എന്ത് പടികൾ, സ്റ്റെപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? ഐഡന്റിഫൈങ് എ പ്രോബ്ലം ഓർ ആൻ ഏരിയ ഓഫ് സ്റ്റഡി, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, collection of data, organization and presentation of data, analysis and interpretation. ഇനി കൺക്ലൂഷൻ, പിന്നെ ബിബ്ലിയോഗ്രഫി. ഇത് ഇങ്ങനെയും ചോദിക്കാമല്ലാച്ചാല് എന്ത് ചെയ്യും? ഓർഡർ തെറ്റിച്ചു തരും. അത് ശരിയാക്കാൻ മക്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഓർഡറിന് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവില് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡൗട്ട് ഒക്കെ തീർത്തു തരാം. സോ വളരെ കുറച്ച് ദിവസമല്ല, ഒരു ദിവസമേ ബാക്കിയുള്ളൂ. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. സോ +2 എന്ത് ചെയ്യാം? റിലീവ് ആയിട്ട് പഠിക്കാം. കാരണം +1 പോലെയല്ല +2. ഓക്കെ, സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.